പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരമായി സമ്മാനിച്ചത് ഭൈരവൻ തെയ്യത്തിന്റെ ശില്പം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് മലബാറിലെ പ്രശസ്തമായ ഭൈരവൻ തെയ്യത്തിന്റെ ശില്പം മോദിക്ക് മുഖ്യമന്ത്രി കൈമാറിയത്. ഭൈരവൻ തെയ്യത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മോദിയോട് വിശദീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് വാരണാസിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, പറയൂ. അരിയ, ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ലോക് കല്യാൺ മാർഗിൽ എത്തിയപ്പോഴാണ് ഒപ്പം ഈ ഭൈരവൻ തെയ്യത്തിൻ്റെ ശില്പം ഈ മുഖ്യമന്ത്രി കൊണ്ടുവന്നത്. തുടർന്ന് ഈ ശില്പം ഈ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൈമാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഭൈരവൻ തെയ്യത്തിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു എന്നാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും മനസ്സിലാക്കുന്നത്. മലബാറിൽ പൊതുവെ ഏതാണ്ട് 400ഓളം തെയ്യങ്ങളുണ്ട്. ഇതിൽ വളരെ പ്രശസ്തമാണ് ഈ ഭൈരവൻ തെയ്യം. ഇത് കണ്ണൂരിലെയും കാസർഗോട്ടെയും പല ക്ഷേത്രങ്ങളിലും ഈ തെയ്യം ഭൈരവൻ തെയ്യം ആടാറുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭൈരവ ക്ഷേത്രവുമായി വലിയ ബന്ധമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് വാരണാസിയിലെ പ്രശസ്തമായ കാൽഭൈരവ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം വാരണാസിയിൽ പോകുമ്പോൾ പലപ്പോഴും ഈ കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാറും ഉണ്ട്. ഇപ്പോൾ കൈമാറിയ ഈ ശില്പം നിർമ്മിച്ചത് തിരുവനന്തപുരത്താണ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സുന്ദരേശൻ പയ്യന്നൂരാണ് ഈ ശില്പം ശില്പത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത്. കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചായിരുന്നു ഈ രൂപകൽപ്പന. ഏതാണ്ട് 2 മാസത്തോളം സമയമെടുത്തായിരുന്നു ഈ രൂപകൽപ്പന പൂർത്തിയാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഉപഹാരം പ്രധാനമന്ത്രിക്ക് വലിയ സന്തോഷമുണ്ടാക്കി എന്നാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആര്യ.